ഈ ബസ്സുകൾ തന്നെ, ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്ത്. എനിക്കൊരു വ്യക്തി പൗര നിലയിലൊരു സങ്കടം, അത് കഴുകാറില്ല എന്നുള്ളതാണ്. ഇതുവരെ കഴിയില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞു? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു, ആ വണ്ടി ഇറക്കിയിട്ട് 1 മാസം 1.5 മാസമായിരുന്നു, അത് ഇന്നും കഴുകിയിട്ടില്ല. വെള്ളമില്ലാത്തടത്ത് കൊണ്ടുവന്ന് കാർ വാഷ് വെച്ചാൽ കണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വയ്ക്കണം. തോട്ടിൻ്റെ കരയിലെങ്ങാണ് കിണർ കുത്തിയിട്ട് അവിടെ വയ്ക്കണം. അതാണ് കുഴപ്പം. കാർ വാഷ് വെച്ചു, പക്ഷെ വെള്ളമില്ല. അതുകൊണ്ട് എന്ത് കാര്യം? ഈ കാർ വാഷൊന്നും KSRTC ബസ്സിന് പറ്റില്ല, കാറിനൊക്കെ പറ്റും. കാരണം തന്നെ നമ്മുടെ കാറുകൾക്കൊരു ഡൈനാമിക് എയറോഡൈനാമിക് ഷേപ്പുണ്ട്. അതിലൂടെ കാർ കടന്നു പോകുമ്പോഴേ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവർ ഈ സൈഡിൽ തകിട് വെച്ചടിച്ചളയും. നല്ല സ്വിഫ്റ്റ് വണ്ടിയുടെ സൈഡിലൊക്കെ പച്ച കളറിൽ റിവറ്റ് വെച്ചടിച്ചളയും. ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു പച്ച കളർ പലക ഇടിച്ചിടത്തേ ഒരു പാച്ച് വയ്ക്കും. ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങിയാൽ പിന്നെ മെഷീനോട് പറഞ്ഞു പോകും. അതുകൊണ്ട് അതല്ല, മാനുവലി തന്നെ കഴിവുണ്ടിരും. കംപ്രസറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ള ഏർപ്പാടുണ്ട്. അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യും. ആ വണ്ടി ഞാനിന്ന് ആലോചിക്കായിരുന്നു, ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ്. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല, ആണോ? സത്യമാണോ? അതൊക്കെ നല്ല സാധനമല്ലേ, നല്ല പുതിയ വണ്ടിയല്ലേ, കഴുകി വൃത്തിയാക്കി വയ്ക്കണ്ടേ? ഇല്ല, എടുത്തിട്ടില്ല. അത് ഇന്നെടുക്കും. നമ്മളെടുത്തിട്ട് ഞാനത് അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവരെടുത്ത് തരട്ടെ. ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് 15 മിനിറ്റ് എന്നുള്ള മാറ്റം. രാവിലെ ഒരു 6 മണിക്ക് ഒരു വണ്ടി പോയാൽ പിന്നീട് 6:30, പിന്നെ 7 മണിക്ക്, പിന്നെ 7:45, ഒരു ആദ്യം ഒരു 3/4 മണിക്കൂർ ഗ്യാപ്പിന് 6 മണി കഴിഞ്ഞാൽ 6:45, പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 8 മണി പീക്ക് ടൈം ആകും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ 8:15, 8:30 എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഒരു 10:45 മണി വരെ നമ്മൾ ഓഫീസിൽ എത്തുന്നവരെ നമ്മൾ 15 മിനിറ്റ് ഗ്യാപ്പിൽ പോകും. പിന്നീട് അതിനെ 3/4 മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി, 1 അവർ ഗ്യാപ്പാക്കി മാറ്റി. അപ്പോൾ ഉച്ചയ്ക്ക് 12 ഡ്രൈവർ 2 മണിക്ക് ശേഷം 2:30, 2:45 ശേഷം വീണ്ടും 15 മിനിറ്റ് ഗ്യാപ്പിലേക്ക്, 3:15 മുതൽ 15 മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഓട്ടം കുറയും. ഈ ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല.